അപ്പോൾ എല്ലാവർക്കും ഹായ്. ഇന്ന് നമ്മളൊരു നാടൻ താറാവർച്ചി ഉണ്ടാക്കണ പരിപാടിയിലാട്ടോ. ഇതെന്റെ മാമനാട്ടോ. ഷോ കാണിക്കാണ്ടോ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേനും താറാവിനെ സ്കിന്നോട് കൂടിയാട്ടോ കറി വയ്ക്കാൻ പോണേ. അപ്പൊ അതിന്റെ മുകളിൽ കാണുന്ന രോമൊക്കെ കരിച്ചു കളയാനുള്ള പരിപാടിയാണ് ഇനി അടുത്തത്. അപ്പൊ അതെ രോമം ഇല്ലാണ്ട് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് അങ്ങ് ഇരിക്കും. രോമം കരിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് കഴുകി അങ്ങ് വൃത്തിയാക്കി അങ്ങ് എടുക്കുക. താറാവ് എപ്പോഴും തോലോടുകൂടി എടുക്കും. താറാവ് കട്ട് ചെയ്യാനായിട്ട് കത്തിക്ക് നല്ല മൂർച്ച വേണം. ആ പരിപാടി ഈ ചെയ്തുകൊണ്ടിരിക്കണേ. കട്ട് ചെയ്യുമ്പോൾ ഒരു വലിയ സൈസും ആവരുത്, അതുപോലെ തന്നെ ഒരു ചെറിയ സൈസും ആയി പോകരുത്. ഒരു മീഡിയം സൈസിൽ അത് കട്ട് ചെയ്ത് അങ്ങ് എടുത്തായി. ചെറിയ മുട്ടകളായിരിക്കും അല്ലേ? കരളാണോ? മുട്ടയല്ല. വേണ്ട കളഞ്ഞതാ. എവിടെയാ ആരോടാ പറയണേ? കട്ട് ചെയ്തതെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി അങ്ങ് ഇടുക കേട്ടോ. ഇനി കറിക്ക് ആവശ്യമുള്ള മസാല ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയൊരു ചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി എടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇത് ലൈറ്റായിട്ട് ചൂടാക്കാനേ പാടുള്ളൂ. ഇവിടെ ചിക്കന് വറക്കണ പോലെയൊന്നും വറക്കാൻ പറ്റില്ല. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി മുളക് ഇത് അരിഞ്ഞ് മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഒറ്റ അടി. ഇനി നമ്മുടെ താറാവിലേക്ക് ആവശ്യത്തിന് കരിവേപ്പില അങ്ങോട്ട് ഇടുക. കരിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മസാലയില്ലേ, ആ മസാല മൊത്തം അങ്ങോട്ട് തട്ടിയേക്കാം. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർത്തങ്ങ് കൊടുത്തു. ഇനി കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങ് ഇടുക. കുറച്ച് ഗ്രാമ്പു ഏലക്കയും കൂടെ അങ്ങ് ഇട്ടിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഒരു 3 സവാള വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ 3 സവാളയും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ഇടുക. ഇനിയാണ് മിക്സിങ്. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്താലാണ് ഇറച്ചിയിലേക്കൊക്കെ മസാലയൊക്കെ അങ്ങ് പിടിക്കുകയുള്ളൂ. മിക്സിങ്ങിന്റെ ഇടയിൽ കുറച്ച് വിനാഗിരി അങ്ങ് ആഡ് ചെയ്യണ്ട കേട്ടോ. അത്യാവശ്യം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച വെളുത്തുള്ളി മുളക് ഇഞ്ചിയില്ലേ, അത് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്നോടെ അങ്ങ് മിക്സ് ചെയ്യാം. അടുത്തതാണ് താറാവറിയുടെ മെയിൻ ഐറ്റം, തേങ്ങാപ്പാൽ. 1 കപ്പ് തേങ്ങാപ്പാൽ അങ്ങ് ഒഴിച്ചങ്ങ് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നേരെ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ തന്നെ വെച്ചേക്കാം.
ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വന്ന് തുറന്നു നോക്കിയപ്പോൾ അതേ അവസ്ഥ ഇങ്ങനെ കേട്ടോ, വെട്ടിത്തിളക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ തേങ്ങാപ്പാലൊക്കെ വറ്റി നെയ്യൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ തേങ്ങാപ്പാൽ വറ്റി കഴിയുമ്പോൾ നമ്മൾ അടുത്ത കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കും. ആ സ്റ്റെപ്പ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. രണ്ടാമത്തെ കപ്പ് തേങ്ങാപ്പാൽ വെച്ച് അത് വെട്ടി തെളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറൊരു പരിപാടി ചെയ്യാനുണ്ട് കേട്ടോ. ഉള്ളി താളിച്ച് വയ്ക്കണം. ഇതുണ്ടാക്കുന്ന സമയത്ത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കുക. എന്നിട്ടൊരു ചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് ചെറുള്ളിയും ഇഞ്ചിയും പിന്നെ നമ്മൾ ആദ്യം അരിച്ചു വെച്ച വെളുത്തുള്ളി ഇഞ്ചി മുളകില്ലേ അതും കൂടെ ചേർത്ത് കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ആ താറാവിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ താറാവ് കറി റെഡി. ഇനി ചൂടൻ ചോറും നല്ല ചൂടൻ താറാവും കൂടെ ഒന്ന് കഴിക്കാം. സംഭവം ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക.